ഏവർക്കും വിസ്ഡം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുരളിലാൽ, നിങ്ങളുടെ മാത്സ് മെൻറ്റർ. ഇന്നത്തെ വീഡിയോ പ്രതിപാദിക്കുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. എന്താണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ലീനിയർ ഇൻഇക്വാളിറ്റീസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഇക്വേഷൻ? ഒരു ഉദാഹരണം പറഞ്ഞാൽ x+5 x+y = 5 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. എന്തുകൊണ്ടാണ്? അതിന് നമ്മൾ ഈക്വൽസിന് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഫോർമുല എടുക്കാം. x+3 = 5. ദിസ് ഈസ് ആൾസോ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സിൻ്റെ വില 5 - 3 = 2 എന്നുള്ളൊരു x ആൾവേസ് 2ന് തുല്യമാണ് x എന്ന് നമുക്ക് കിട്ടി. ഇനി ഈക്വൽ സൈന് പകരം ഇൻഇക്വാളിറ്റി സൈനായ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 4 സൈനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഇക്വാളിറ്റി സൈൻ എന്ന് വിളിക്കുന്നു. ഈ ഇൻഇക്വാളിറ്റി സൈൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമുക്ക് ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ വേരിയബിളിൻ്റെ പവർ, ഹയസ്റ്റ് പവർ 1 ആയിരിക്കണം. അതാണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഇതേ ക്വസ്റ്റ്യൻ x+3 <5, x+3 <5, x+3 < or = 5, x+3 < or = 5. അപ്പോൾ ഇത് തന്നെയാണ്. ഈ ഈക്വൽ സൈനിന് പകരം ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻഇക്വാളിറ്റീസ് എന്ന് വിളിക്കുന്നു. ഇനി ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ മാത്രം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റീസ് എന്ന് വിളിക്കുന്നു. സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റീസ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ടെങ്കിൽ എന്ത് വിളിക്കുന്നു? സ്ലാക്ക് ഇൻഇക്വാളിറ്റീസ് എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് ഇക്വേഷൻ്റെയും സൊല്യൂഷനും ഇൻഇക്വാളിറ്റിയുടെ സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം? ഇക്വേഷനിൽ x = 2 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടും. x = 2 എന്നൊരു പോയിൻ്റ് കിട്ടും. അതേസമയം x > 2 എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റിയാണ്. x > 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2ൽ കൂടുതലാകും. നമ്മളത് ഇൻറ്റിജറായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3, 4, 5 അങ്ങനെ പോകും. ഒരു പ്ലെയിൻ മൊത്തത്തിൽ നമുക്കവിടെ എടുക്കാൻ പറ്റും. x < 2 ആണെങ്കിലോ 2നേക്കാട്ടി താഴോട്ടുള്ള നമ്പറാണ്. എന്താ എടുക്കേണ്ടത്? 1, 0, -1, -2, -3 അങ്ങനെ. അപ്പം ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ വാല്യൂസ് ഒരു പ്ലെയിൻ ഭാഗത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അതേസമയം ഇക്വേഷൻ എന്ന് പറയുമ്പം ഒരു ഫിക്സഡ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് റൂൾ നമ്പർ 1. ഞാനൊരു ഇൻഇക്വാളിറ്റീസ് ഇവിടെ എഴുതുകയാണ്. ഫോർ എക്സാമ്പിൾ, -3 < 3. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ട്രൂ. അപ്പോൾ -3 < 3 അങ്ങനെയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ഓൺ ബോത്ത് സൈഡ്. ഈക്വേഷനിലായാലും ഇൻഇക്വാളിറ്റീസിലായാലും നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് നമ്മൾ കൂട്ടിയാലും കുറച്ചാലും 2 സൈഡിലും ചെയ്യണം. ആഡ് ഓൺ ബോത്ത് സൈഡ്. എനി നമ്പർ ബോത്ത് സൈഡ്. ലൈക്ക് സേ ഐ ആം സേയിങ് -3 -4. -4 നമ്മൾ 2 സൈഡിൽ ആഡ് ചെയ്യാൻ പോകുമ്പോൾ -3 + -4 < 3 + -4. ഇത് നമ്മൾ എഴുതി.
അപ്പോൾ -3 + -4 എത്രയാണ്? -7 ലെസ് ദാൻ 3 + -1 എത്രയാണ്? -1. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പം നമ്മളൊരു നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ രണ്ട് വശത്തും ചെയ്താൽ ഇന്നിക്വാളിറ്റിക്ക് ചേഞ്ച് വല്ലതും ഉണ്ട്. -7 എപ്പോഴും -1 കാട്ടി ചെറുതാണ്. അപ്പം ഫസ്റ്റ് റൂൾ നമ്പർ നമുക്ക് എഴുതാം. വി ക്യാൻ ആഡ് ഓർ സബ്ട്രാക്ട് any number on both sides inequality never change. അപ്പോൾ നമുക്ക് ഇന്നിക്വാളിറ്റി സൈൻ അവിടെ ചേഞ്ച് ആവുന്നില്ല. എന്തുകൊണ്ട്? നമ്മളിപ്പോൾ കണ്ടല്ലോ, കൂട്ടുകാരനും കുറച്ചാൽ ഒരേ നമ്പർ രണ്ട് സൈഡിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഇന്നിക്വാളിറ്റീസിന് വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തെ നിയമം പറഞ്ഞതെന്താണ്? റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2 പറയുന്നതാണ്, നമുക്ക് അതേ ഫോർമുല എടുക്കാം. -3 ലെസ് ദാൻ 3 മൾട്ടിപ്ലൈയിങ് ഓൺ ബോത്ത് സൈഡ്സ്. നമുക്കൊരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -3 × 4 ലെസ് ദാൻ 3 × 4. -3 × -4 എത്രയാണ്? -12 ലെസ് ദാൻ 3 × 4 എത്രയാണ്? 12. -12 12 കാട്ടി ചെറുതാണല്ലോ. അപ്പം നമുക്ക് അടുത്ത റൂൾ എഴുതാം. വി ക്യാൻ മൾട്ടിപ്ലൈ or divide any positive number on both sides inequality never change. അപ്പോൾ നമ്മൾ കണ്ടു, പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഇന്നിക്വാളിറ്റീസിന് ചേഞ്ച് വരത്തില്ല. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താണ്? കൂട്ടുകയോ കുറയ്ക്കുകയോ ഏത് നമ്പറായാലും, അത് നെഗറ്റീവ് നമ്പറായാലും പോസിറ്റീവ് നമ്പറായാലും, ആഡ് ഓർ സബ്ട്രാക്ട് ബോത്ത് സൈഡ് നെവർ ചേഞ്ച്. സിമിലർലി മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, രണ്ട് സൈഡും പോസിറ്റീവ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇന്നിക്വാളിറ്റീസ് നെവർ ചേഞ്ച്. ഇനി റൂൾ നമ്പർ 3, ഇമ്പോർട്ടൻ്റ് റൂളാണത്. റൂൾ നമ്പർ 3, -3 ലെസ് ദാൻ 3 മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ് ബൈ -4. ഇപ്പം നേരത്തെ നമ്മൾ പ്ലസ് സൈൻ എടുത്താൽ ഇപ്പോൾ നമ്മൾ മൈനസ് സൈൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം -3 × -4 ലെസ് ദാൻ 3 × -4. അപ്പോൾ -3 × -4 എത്രയാണ്? -× പ്ലസ് 3 × 4 × 3 12 ലെസ് ദാൻ 3 × -4 എന്താണ്? -12 ആണ്. അപ്പോൾ ഈ ഇന്നിക്വാളിറ്റീസ് റോങ്ങായി മാറി. -12 കാട്ടി ചെറുതല്ല, 12 വലുതാണ്. അപ്പോൾ നമുക്ക് എഴുതണം, എങ്ങനെ എഴുതണം? 12 ഗ്രേറ്റർ ദാൻ -12. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇന്നിക്വാളിറ്റീസ് റിവേഴ്സായി. ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആയി പോയി. ദാറ്റ് ഈസ് വെൻ മൾട്ടിപ്ലൈ വിത്ത് നെഗറ്റീവ് നമ്പർ on both sides എന്ത് സംഭവിക്കും? ഇന്നിക്വാളിറ്റി വിൽ ചേഞ്ച്. നെഗറ്റീവ് ലെസ് ദാൻ ഉള്ളതല്ല ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആവും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ റൂൾ വെച്ച് നമുക്കിനി
ചോദ്യത്തിലോട്ട് കടക്കാം. നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്തു കൊടുക്കാം. ഒരു ഉദാഹരണത്തിന് x+5 less than 3. Solve. What is question? Solve. x+y less than 5. So we can remove 5 plus the from this side LHS. This is LHS, this is RHS. So for removing +5 we add -5. So when we adding -5, both sides want to do, so we can write x+5 minus 5 less than 3 minus 5. So this +5 minus 5 got cancelled. X less than 3 minus 5 is what is -2. So this is the solution. X is less than -2. X is less than -2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇത് ആൽജിബ്രൈക്ക് റെപ്രസെൻറ്റ് ചെയ്ത് ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്കിതിൻ്റെ സെറ്റ് എഴുതാം. എക്സ് ബിലോങ്സ് ടു എവിടെ മുതൽ -2 മുതൽ എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? -∞ to -2 ഓപ്പൺ ബ്രാക്കറ്റാണ്. എന്തുകൊണ്ടാണ് ഓപ്പൺ ബ്രാക്കറ്റ് ആയത്? ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. അപ്പം -∞ മുതൽ -2 വരെ. ഇനി നമുക്കിത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? നമ്പർ ലൈൻ വരച്ചു. 0 1 നോട്ട് ഗോയിങ് ദെയർ, -1 -2 -3 അങ്ങനെ പോകുന്നു. അപ്പോൾ എവിടെ മുതലാണ്? -2 മുതൽ നമ്മൾ ഇങ്ങോട്ടൊരു ഡാർക്ക് ലൈൻ വരയ്ക്കുന്നു. ആരോ മാർക്ക്. പണ്ടൊരു -2 എന്നുള്ള ഓപ്പൺ ബ്രാക്കറ്റാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഒരു 0 കീപ്പ് ചെയ്തു. എന്നാൽ ഹോളാണത്. ഇവിടെ -2 അല്ലല്ലോ, സോറി, ഇത് -2 -2 മുതലാണല്ലോ. 0 -1 -2 -3 -4. അപ്പം 2 മുതൽ നമ്മളിവിടുന്ന് വരയ്ക്കുന്നു, ഡാർക്ക് ലൈൻ ചെയ്യുന്നു. എങ്ങോട്ട്? ലെഫ്റ്റിലോട്ട്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു 0 വരയ്ക്കുന്നു. എന്തുകൊണ്ടാണ് 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾ സെറ്റിൽ പഠിച്ചതാണ്. -2 ഓപ്പൺ ബ്രാക്കറ്റ് ആയതുകൊണ്ട് -2. ഇതായി 3 രീതിയിലാണ് നമുക്ക് സെറ്റ് എക്സിൻ്റെ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലേ. ഇനി നമ്മൾക്ക് x+5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എടുക്കാം. എക്സ് അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് 5 റിമൂവ് ചെയ്യണം. x+5 -5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 -5. അപ്പോൾ 5ഉം 5ഉം ക്യാൻസലായിപ്പോയി. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 -5 എത്രയാണ്? -2. അപ്പോൾ എക്സിൻ്റെ വില എപ്പോഴാണ്? -2-നേക്കാട്ടി വലുതാണ്. അപ്പം നമുക്കിവിടെ എക്സ് ബിലോങ്സ് ടു -2 മുതൽ എവിടം വരെയാണ്? ഈ +∞ വരെയാണ്. രണ്ടും ഓപ്പൺ ബ്രാക്കറ്റാണ്. ഇത് ഓപ്പൺ ബ്രാക്കറ്റ് അല്ല, ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റാണ്. എന്തുകൊണ്ടാണ്? ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റാണ്. -2 ഉൾപ്പെടും. -2 മുതൽ ∞. ഇനി എന്താണ്? നമുക്ക് നമ്പർ ലൈനിൽ വർക്ക് ചെയ്യാം. 0 1 2 3 4 പോയി. സോ എവിടെ മുതലാണ്? -2 മുതൽ -1 -2. റൈറ്റിലോട്ട് നമ്മൾ ആരോ കൊടുക്കുന്നു. റൈറ്റിലോട്ട് ആരോ കൊടുത്തിട്ട് ഇത് കറുപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് അറിയാൻ വേണ്ടിയാണ് -2ൻ്റെ ഭാഗം കറുപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോ നമ്മൾ ഇറങ്ങുന്നത് കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഇത് ബേസിക്കാണ്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.